ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗ്രാനി എക്സ്ട്രീം മോഡാണ്. നമ്മൾ എക്സ്ട്രീം മോഡ് നേരത്തെ കളിച്ചിട്ടൊക്കെ പക്ഷേ നമ്മളിന്ന് കാർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മറ്റേ മെയിൻ ഡോറാണ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ചെക്കൻ എണീറ്റ് വരുന്നുണ്ട്. നമ്മളിന്ന് ഡേ 1 തന്നെ ഒന്നും എസ്കേപ്പ് ആകത്തില്ല, ചിലപ്പോൾ ഡേ 2 3 ഒക്കെ ആവുമായിരിക്കും. പക്ഷെ നമ്മൾ എസ്കേപ്പ് ആവും, അത് ഉറപ്പാണ്. നമുക്കവിടെ കുപ്പി ഇടാനായിട്ട് ഈ കടവിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കാം. ഓക്കെ, അമ്മച്ചി വന്നോളൂ വന്നിട്ട് പൊക്കോളൂ. പിന്നെ വരാത്തേ വാറല്ലേ വന്നു പോകും. ഇനി നമുക്ക് പോവാം. ഇവിടെ ഈ പെട്ടി മാറുപെട്ടി ഇപ്പം വരും. എൻ്റെ പൊന്നോ, ഇനിയിപ്പം ഇങ്ങോട്ട് ചാടാം. ഓക്കെ, ഒന്ന് വേഗം എണീക്കടാ. നമുക്ക് മറ്റേ ഈ ഗ്ലിച്ചുണ്ട് ഇവിടുത്തെ, നമ്മുടെ ഗെയിം പ്ലെയർ പറഞ്ഞു തന്നെയാണ്. ഗ്ലിച്ച് വെച്ച് പോയി മറ്റേ കാർ ബാറ്ററി എടുക്കാം. ഓക്കെ, നമുക്ക് ബുക്കൊന്നും ഇല്ലാതെ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ സാമാനം തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനി വരും. വന്നോളൂ വന്നല്ലോ. അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് നൈസായിട്ട് ചാടാം. അവിടെ ട്രാപ്പ് ഇട്ട് വെച്ച് നാശം. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇവിടെ ഗ്രാനിനെ പൂട്ടി ഷവാപ്പാക്കണം. ഓക്കെ, അതിന് ഇവിടെ ഇടാൻ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഇടാൻ സാധനമൊന്നും ഇല്ല. വെപ്പൺ കീ ഉണ്ട്, അത് മറന്നുപോയി. വെപ്പൺ കീ എടുത്ത് അതിനകത്തോട്ടിടാം. നമ്മൾ വീഡിയോ നന്നായിട്ട് കട്ടാക്കും, അല്ലെങ്കിൽ ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും, 30 മിനിറ്റൊക്കെ ആവും. ഓക്കെ, ദേ പോന്നു. നമുക്കിനിയും വാതിലടച്ചങ്ങ് ഷവാപ്പൊങ്ങ ഉണ്ടാക്കാം. ഗ്രാനി ഇനി അതിനകത്ത് കിടന്നോട്ടെ, നമുക്കിനിയും പിന്നെ കാണാം ഗ്രാനി. നമ്മളവിടെ ട്രാപ്പ് പൊട്ടിച്ചു. ഇവിടെ വന്ന് നമുക്കിനി ശബ്ദം ഉണ്ടാക്കാം. ഗ്രാനി എന്തായാലും ഇപ്പം വന്ന് കാണും. ഓക്കെ, അവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തോട്ട് ചാടാം. ഓക്കെ, നമുക്കിനിയും പോയി വെപ്പൺ എടുക്കാം ഗൈസ്. പോടാ വേഗം പൊക്കോളൂ. വാതിലൊക്കെ അടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ഇപ്പം വരും. വെപ്പൺ കിട്ടി, ഇനി കളി മാറും. ഓക്കെ, വന്നോളൂ. നമ്മളിവിടെ വെയിറ്റാണ്. ഇപ്പം വരും. ഇതെന്നാ വരാത്തേ? വന്നു. പിടി. നമുക്കിനി മറ്റേ പായലും പൂപ്പിലുള്ള സ്ഥലത്തോട്ട് പോവാം. ഇവിടെ പോയി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഹാമർ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ഇവിടെ പോയി നമുക്ക് ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, അവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടെ ഉണ്ടാക്കാം, ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി. ഓക്കെ, നമുക്കിനിയും ചെയ്യേണ്ടത് എന്നാൻ പറ്റുക. നമുക്ക് ഹാമർ കണ്ടുപിടിക്കണം. ഹാമറിൻ്റെ ലൊക്കേഷൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഈ ഹാമർ ചിലപ്പം മറ്റേ സ്പൈഡറുള്ള സ്ഥലത്തായിരിക്കും. നമുക്ക് ഇവിടെ ഇടാൻ ഇവിടെ ഇപ്പം മറ്റേ തളച്ച് നടന്നു പോകുന്നതാണ് സ്പൈഡർ ഏഞ്ചലീന. ഇതാരത്? ഞാനടാ ചെറുക്ക, നീ അവിടെ നിൽക്കുന്നോണ്ട് എനിക്ക് വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് കടിച്ചു പഠിച്ചേനെ. തള്ള നമ്മളെ വെല്ലുവിളിച്ചിട്ടാണ് പോയേക്കുന്നത്. നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ കാണിക്കൊണ്ട് വരും. അയ്യോ, ഇവിടെ ഹാമർ ഇല്ല. നമ്മളിനി കടിച്ചാലും ഒരു കൂസലും ഇല്ല എൻ്റെ പൊന്ന് അമ്മച്ചി. അല്ലെങ്കിൽ വന്ന് കടിച്ചിട്ട് ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ അമ്മച്ചി. വെറുതെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. എൻ്റെ പൊന്ന് തള്ളത്തി കിടന്ന് കാറിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ പവറെല്ലാം പോയി. നമുക്കിനി ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. ഗ്രാനി അപ്പോൾ അങ്ങോട്ട് വെക്കണം, നമുക്ക് മേലോട്ട് പോയി. വാറല്ല, സമയം പോവുക. വാ. അതേ പോന്നു.
PT ഉഷ പോകുന്ന പോലെ പോയിട്ടുണ്ട്. നമുക്കിനി മേളിലോട്ട് പോകാം. മുകളിലോട്ട് പോയി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നോ താങ്ക്സ് ഗ്രാനി, നോ താങ്ക്സ്. ഓക്കെ, ഗ്രാനി അവിടെ ഹയർ ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമുക്ക് വേറെ പണി നോക്കാം. ഗൈസ്, നമ്മളിവിടെ ഗ്രാനിയുടെ വീട് നമ്മൾ മേടിച്ച പോലെ ചുമ്മാ അങ്ങ് നടക്കുവാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിക്കും. ഗ്രാനി അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. നമ്മളെ മൈൻഡ് അകത്ത് പോലും ഇല്ല. വല്ലപ്പോഴും ഒരു അടി എന്നിട്ട് വീണ്ടും പോവും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഹാമർ തപ്പണം. ഹാമർ ഉണ്ടായാലേ പകുതി കളികൾ നടക്കത്തുള്ളൂ. ഗൈസ്, ഇവിടെ ബുക്കാണുള്ളത്. ഹാമർ എവിടെയാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും പിടി കിട്ടിയില്ല. ചിലപ്പോൾ കിണറ്റിലായിരിക്കും. കിണറ്റിൽ വേണമെങ്കിൽ വിഞ്ച് ഹാൻഡിൽ വേണം. ഓ ഗൈസ്, ഇപ്പോഴാണ് മനസ്സിലായത്. ചിലപ്പം മറ്റേ പായലും പൂപ്പലും ഉള്ള സ്ഥലത്ത് കാണുമായിരിക്കും ഹാമർ. അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് പതിയെ പതിയെ പോവാം, അല്ലെങ്കിൽ ഗ്രാനി ഇപ്പം പറന്ന് വരും. അവൻ ചാടി വീണ് കാല് ഒടിഞ്ഞ്. ഇതിലേക്കൂടെ പോകുന്നത് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ സീക്രട്ട് വഴി എടുക്കാം. ഇവിടെ നമുക്ക് ക്രോസ് ബോ എടുത്തേക്കാം. ഓക്കെ, ക്രോസ് ബോ എടുത്ത് അവിടെ പായലും പൂപ്പലുള്ള സ്ഥലത്ത് പോയി മറ്റേ സംഭവം ചെയ്തിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണം മറ്റേ സംഭവം എടുക്കാൻ. അല്ലെങ്കിൽ ഗ്രാനി നമ്മളെ ഒന്ന് പറപ്പിക്കും, ഉറപ്പാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, ശബ്ദം ഓക്കെ, ശബ്ദം ഉണ്ടായിട്ടുണ്ട്. നമുക്കിനിയും ക്രോസ് ബോ ഡാർട്ട് എടുത്ത് മറ്റേ സാമാനത്തിലോട്ട് വെടി വെക്കാം. അപ്പം മറ്റേ ഡോറ് തുറന്ന് വരും. അവിടെ ഫ്രീസ് ട്രാപ്പും കാണും, ഹാമറും കാണും. ഓക്കെ, അത് കൊണ്ടിട്ടുണ്ട്. ഇനി ഫ്രീസ് ട്രാപ്പ് എടുത്ത് ഇവിടെ ഇടാം. നമ്മൾ ഹാമർ എടുത്തിട്ടുണ്ട്. ഹാമർ അല്ലേ വേണ്ട, ഫ്രീസ് ട്രാപ്പ് ഇപ്പോൾ ഇടണ്ട. എനിക്കെന്നെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് മേളിൽ പോയി മറ്റേ പലകയെല്ലാം അയച്ചിട്ട് പോകാമെന്നാണ് ഒരു ഗുഡ് ഐഡിയ. ഓക്കെ, നമുക്കിവിടെ വന്ന് ഗ്രാനീനെ ഒന്നും കൂടെ ഷവർമ്മയാക്കാം. അതാണെങ്കിൽ പേടിയില്ലാതെ ഒന്ന് പോകാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ട്രിക്ക് ഉപയോഗിച്ച് പോകുന്ന കുറച്ച് റിസ്ക്കാണ്. കാരണം ഗ്രാനി അവിടെ എല്ലാം ട്രാപ്പിട്ട് വെച്ച് പ്രശ്നം ഉണ്ടാക്കും. ഗ്രാനി ശവായി ആയിട്ടുണ്ട്. നമുക്ക് മേളിൽ പോയി മറ്റേ പ്ലാങ്കൊക്കെ അയക്കണം. അവിടെയാണ് കാർക്കി ഇരിക്കുന്നത്. നമ്മളത് അയച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഗ്രാനി തഴുട്ട് പോകുന്ന കാണാം. പോയെന്നാ തോന്നുന്നു. നമുക്കിപ്പം അവിടെ നിന്ന് പോയി കാർക്കി എടുക്കാം. കാർക്കി ഉണ്ട്. മറ്റേ കട്ടിങ് ബ്ലേഡ്സും കൊണ്ട് കട്ട് ചെയ്യേണ്ടത് ഫ്രഞ്ചാണ് ഇരിക്കുന്നത്. ഫ്രഞ്ച് കൊണ്ട് വേണം എൻജിൻ ലൈറ്റ് ആക്കാൻ. ഓക്കെ, ഇവിടെ പ്ലാങ്ക് വെക്കുമ്പോൾ ഗ്രാനി അതിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ഗ്രാനി താഴോട്ട് പോകും. ഓക്കെ, പിന്നെ ഈ പ്ലാങ്ക് എടുത്ത് ഇവിടെ ഒന്ന് ശബ്ദം ഉണ്ടാക്കാം, എന്നിട്ട് ഇതിനകത്ത് കയറിയിരിക്കാം. ഓക്കെ, ഇപ്പം വരും. വന്നു. ഓക്കെ, നമുക്കെന്നാൽ അവിടെ പോയി ശബ്ദം ഉണ്ടാക്കി നമ്മൾ തിരിച്ചു വരുന്നു. അയ്യോ അയ്യാ, ഷിറ്റ്, അയ്യോ, ഓട്. അയ്യോ, ഇപ്പം വരും. എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ്. ഓക്കെ, നമ്മൾ എൻജിൻ പാർട്ട് എടുത്തു. ഇനി ഇതിലേക്കൂടെ പോയി അപ്പുറത്തൂടെ പോയി എൻജിൻ വെക്കണം. എൻജിൻ എടുക്കടാ മോനെ, എൻജിൻ വെക്കടാ മോനെ. ഗ്രാനി ഇപ്പം മറ്റേടത്ത് കാണുമായിരിക്കും. അവിടെ ക്രീക്കിൻ്റെ ശബ്ദമൊക്കെ കേട്ട് അവിടെ ഇരിക്കും. നമുക്കവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അവിടെ പോയിരിക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ മേളിലോട്ട് പോവുകയാണ്. ഇനി മേളിൽ പോയി കുറേ പണികൾ പെൻഡിങ് ആണ്. ഇവിടെ പോയി ശബ്ദം ഉണ്ടാക്കി തിരിച്ച് ചാടി വേറെ പണിയുണ്ട്. ഓക്കെ, നമ്മൾ ഗ്രാനിയുടെ വീടിൻ്റെ ഉടമസ്ഥ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇങ്ങനെ ഇരിക്കുന്നു. ഗ്രാനി അപ്പുറത്തുണ്ട്. നമുക്കിതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോയി
സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് കട്ടിംഗ് പ്ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയേഴ്സ് വെച്ചാണ് ഇനി കളികളുള്ളത് മോനെ. അതിന് മുമ്പേ ഇവിടെ ശബ്ദം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഇനി മേളിൽ പോകുമ്പോൾ വളരെ പ്രശ്നമാകും. ഓക്കെ, ഇതിനകത്ത് കയറിയിരിക്കാം. ഷവർമ റെഡി ആവാൻ പോവാണ്. ഓക്കെ, ഷവർമ ഷവർമ ഷവർമ. ഓക്കെ, ആ ബമ്പർ തള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അയ്യോ ട്രാപ്പ്, എങ്ങനെയൊക്കെ പോയി. അയ്യോ താണ്ട് ഇവിടെയാണ് ട്രാപ്പ്. അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെയും പോയി മറ്റിടത്ത് പോയി ശബ്ദം ഉണ്ടാക്കി മേലോട്ട് പോയി. ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗ്രാനി തുറന്ന് വരുമ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് ചാടും. നമുക്കിനിയും കട്ടിംഗ് പ്ലെയേഴ്സ് വെച്ച് കട്ട് ചെയ്യാം. അയ്യോ അതിലുള്ള മോനെ ഇപ്പം വരും. ഓക്കെ, നമുക്ക് കട്ടിംഗ് പ്ലെയേഴ്സ് ഇവിടെ ഇടാം. ഇവിടെ ഇടണോ? ഇവിടെ ഇടാം. ഓക്കെ, വെയ്സ് ഇനി എടുക്കാം. വെയ്സ് അവിടെ ഗ്രാനി ട്രാപ്പിട്. വന്നു അനുമാല. അയ്യോ ഓട് ഓട് ഓട്. ഇവിടെ ഇനി ട്രാപ്പ് കാണുമായിരിക്കും. നാശം. അയ്യോ അയ്യോ പൊന്നു മോനെ, ഓട് 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 ഓട്. എൻ്റെ പൊന്നോ, 2026 പ്രൈം മൊമെൻ്റ്. എൻ്റെ പൊന്നോ, സീൻ ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ്. ഐ സി യു ഒന്ന് തവള കാണുന്നില്ലല്ലോ. ഇനി ഇവിടെ തട്ടിയിടാം. അപ്പം ദാണ്ട് നിൽക്കുന്നു. ദാണ്ട് പോകുന്നു. ഇനി ഒന്നും കൂടെ ഇടണം. വേറെ ശല്യം. ഓക്കെ, നമ്മളിനി ഡോസ് കൊടുക്കേണ്ട സമയമാണ്. നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടൊക്കെ എത്തി. ഇനിയിപ്പോൾ ഒരു ഡോസ് കൊടുത്തില്ല സമാനമില്ല. വാ 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 മോളേസേ, വാ വാ വാ. ഇതെന്നാ വരാത്തേ? വന്നു എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ്. ഇനിയും പോയി ഒന്നും കൂടെ ഒന്ന് മറ്റേ സ്ക്രൂ ഡ്രൈവർ വിട്ട് വളരെ പണിയുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ടേബിളിൻ്റെ അടി ഇരുന്ന് ഒന്നും കൂടെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, പിടിച്ചോളൂ. ഒക്കെ തന്നോളൂ. ഓക്കെ, നമുക്കിനിയും പോയി മറ്റേ സ്ക്രൂ ഡ്രൈവർ താഴെ ഇടണം. ഗ്രാനിയുടെ വീടൊക്കെ നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ എല്ലാ സ്ഥലമൊക്കെ മനസ്സിലായോണ്ടേ നമ്മളൊക്കെ പ്രോ പ്ലെയേഴ്സാണ്. എന്നും പറഞ്ഞ് ഹോളോ മോഡൊന്നും കളിക്കാൻ പറയല്ലേ എൻ്റെ പൊന്നു മോനെ. അത് വി സിയിലൊക്കെ കിട്ടത്തുള്ളൂ. എനിക്ക് വി സി ആണെങ്കിൽ ഒറ്റ പിടുത്തവും ഇല്ല. ഇമ്പോസിബിളൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും പറയാം. ഹോളോ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇമ്പോസിബിൾ ഞാൻ പകുതി കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷെ ലാസ്റ്റ് ഞാൻ തോറ്റു. വീഡിയോ ഇട്ടിട്ടില്ല. ഒരു ദിവസം ഇടണം. കുറച്ചും കൂടെ പ്രാക്ടീസ് വേണം. ഇപ്പം ഇനിയും വരും എൻ്റെ പൊന്നോ. വാ വാ വാ. അതേ വരുന്നു. ഒച്ച അഴഞ്ഞു വരുന്നത് പോലെ വരുന്നു എല്ലാവരും. നമുക്കിതൊക്കെ ഒച്ചാണ്. ചിലപ്പോൾ ചാവൊക്കെ ചെയ്യും. അത് വേറെ കാര്യം. ഓക്കെ, അവിടെ കാർക്കി കിടപ്പുണ്ട്. കാറ്റിയല്ല, കാർക്കി. ഓക്കെ, നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഹാമറും കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോൾ ഇനിയും തള്ള ഇങ്ങോട്ട് വന്നോളും. അതേ വന്നു. നാക്കെടുത്ത് വായിട്ടില്ല, അപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇതാണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഇതെടുത്ത് താഴെ ഇട്ട. അപ്പോൾ ഇതെങ്ങനെ കാണണ്ടേ? അങ്ങോട്ടാ പോയത് കള്ളി തള്ള. അല്ല തന്നെ നമുക്കിനി മറ്റേ വയറ് കട്ട് ചെയ്യണം. അത് വേറെ പ്രശ്നമാണ്. നമ്മൾ ഈ ഹാമർ താഴെ ഇടണ്ടായിരുന്നു. അത് വേറെ പ്രശ്നമായി. ഹാമറും കൊണ്ട് വേണം ക്യാമറ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ പണി തീർന്നു. എടുക്കുമോനെ. ബെസ്റ്റ് കണ്ട് ആശം. ഇപ്പം ചാവ് ഉറപ്പായിട്ടും ചാവും. പിന്നെ ഓടോടോട് കുനിയോളം ബെസ്റ്റ്. ഇനിയിപ്പോൾ ഒന്നും പറയാണ്ടല്ലോ. ഡേ 2 ആയി. അങ്ങനെ ഒരു ദിവസം പോയിരിക്കുന്നു ഗൈസ്. ഓക്കെ, എണീറ്റ് വരുന്നുണ്ട്. എണീക്കടോ, ഇയാൾ പ്രതികാരം തീർത്തിരിക്കുന്നു. അങ്ങനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇനിയും പോയി ഇത് കട്ട് ചെയ്യുക, ഫ്രഞ്ചെടുക്കുക, പോവുക. ഓക്കെ, ഇനി ഫ്രഞ്ചും കൂടെ മാത്രം മതി നമുക്ക്. ആ ഒരു സാധനം കൂടെ മാത്രം മതി നമുക്ക് എസ്കേപ്പ് ആവാൻ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോന്നു. വനമാല വരും. വനമാല തന്നെ വരാത്തേ. തള്ളച്ചി ഒന്ന് വാ തള്ളച്ചി. വന്നു.
എക്സ്ട്രീമാണെന്ന് പറഞ്ഞാൽ സ്വീഡന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. അല്ല, നമുക്ക് ട്രിക്ക് ചെയ്ത് വേണം കൊണ്ടുപോകാന്നേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാം. ചിലവരൊക്കെ ഉണ്ട് ഇമ്പോസിബിൾ എസ്കേപ്പ് ചെയ്യുന്നത്, അവരൊക്കെയാണ് ഒന്നും പറയണ്ട. കാസ്പർ ഗൈസ്, നിങ്ങൾക്കറിയാവോ ലോകത്തിൽ തന്നെ ആദ്യം ഹോളോ മോഡ് കളിച്ച യൂട്യൂബർ ഡെംബ്രോ എന്ന് പറയും. പുള്ളിക്കാരനാണ് ഹോളോ മോഡ് തീർത്തത് ആദ്യം. പിന്നെ കാസ്പറാണ് തീർത്തത്. പിന്നെ നമ്മളുടെ GP ആണ് ഗെയിം പ്ലെയർ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആൾ അത് തീർക്കാനുള്ളതാണ് GP. ഓക്കെ, ഇപ്പം അങ്ങോട്ട് പോകുന്നതാണ്. ചെല്ലി ഗ്രാനി, സമയം പോവോ? ഓക്കെ, പോയിട്ടുണ്ട്. നമുക്കിനിയും കാർക്കിയും കൂടെ എടുത്താൽ മാത്രം മതി. പാഡ്ലോക്കി എടുക്കണം. പാഡ്ലോക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്കിനി നമ്മളുടെ ഗ്ലിച്ച് ഉപയോഗിച്ച് മറ്റേ വഴി കൂടെ പോയി എടുക്കാം. ഓക്കെ, ഈ ഗ്ലിച്ച് ഒരു നല്ല ഗ്ലിച്ചാണ്. അപ്പോൾ ബുക്കിൻ്റെയും സ്പൈഡർ കീൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. അങ്ങനൊരു ഗുണമുണ്ട്. ചടിക്കൊള്ളൂ, ശബ്ദം ഉണ്ടാക്കണം. ശബ്ദം ഉണ്ടാക്കിയില്ലേ പ്രശ്നമാകും മോനെ. ഓക്കെ, ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി കാറിനകത്ത് ഒളിക്കണു, ഗ്രാനീനെ ഷവർമയാക്കുന്നു. അത്രേ ഉള്ളൂ. ചെന്നു. ഓക്കെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ടാക്കുന്നതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊന്നും കാണാൻ പറ്റാത്തത്. ഓക്കെ, ഷട്ടർ തുറന്നിട്ടുണ്ട്. ഷട്ടർ തുറക്കൂ. തുറന്നു. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കാർക്കി എടുത്ത് എസ്കേപ്പ് ആവുക. അത്ര മാത്രം മതി. ഓക്കെ, കാർക്കി മറ്റേടത്തെങ്ങാണ്ടോ ആണ്. ഓക്കെ, നമ്മൾ കാർക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോകാം. ഇനി ഗൈസ്, നമുക്ക് കാർക്കി എടുത്ത് എസ്കേപ്പ് ചെയ്താൽ മാത്രം മതി. വേറൊരു കാർക്കിയും കൊണ്ട് എസ്കേപ്പ്. നമുക്കിനിയും ഗ്രാനിനെ ചമ്മന്തിയാക്കി കൊല്ലുകയൊക്കെ ചെയ്യാം. നമ്മൾ ഗ്രാനിനെ ചമ്മന്തിയാക്കും. ഇവിടെ നമുക്ക് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഗ്രാനി അവിടെ ചമ്മന്തി ആയിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, വണ്ടി ഗ്രാനി വരട്ടെ, എന്നിട്ട് സ്റ്റാർട്ടാക്കാം. ഗ്രാനി വന്നു. അതെന്നാണ് പ്രശ്നം? അയ്യോ, ഗൈസ്, പിന്നെയാണ് മറന്നത്. നമുക്ക് മറ്റേ സ്പാർക്ക് പ്ലഗ് വെക്കണം. അതിന് താണ്ട് വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഗ്രാനിനെ ഒന്ന് നമുക്ക് പപ്പടമാക്കിയേക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും രണ്ടാമത്തെ ഡേറ്റ് തന്നെ ഗൈസ് എസ്കേപ്പ് ആവും, അതിലൊരു സംശയമില്ല. ഗ്രാനി ഇപ്പം അങ്ങോട്ട് പോകുന്നതാണ്. യെസ്, ഓക്കെ. നമ്മളങ്ങനെ വാതിലടച്ച് ഗ്രാനി ഇനി ഷവായി ആയിക്കോളും. ഓക്കെ ഗൈസ്, അത് കട്ട് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് എടുക്കണോ? സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതും കൂടെ വെച്ചാൽ മാത്രം മതി. വെക്കണോ? ഓക്കെ, ഇനി ബ്രഞ്ച് എടുത്ത് എസ്കേപ്പ് ചെയ്താൽ മാത്രം മതി ഗൈസ്. ബ്രഞ്ചല്ല, കാർക്കി. നമുക്കിത് വിടണം. അതിൻ്റെ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി കയറി കയറിയിരിക്കാം. ഇപ്പം ഗ്രാനി വന്നോളൂ. ഇപ്പോഴും പറ്റത്തില്ലേ? ഷിറ്റ് ഗൈസ്, ഇനി എന്താണ് പ്രശ്നം? ഗൈസ്, ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഗ്യാസ് ഓയിലിനൊഴിക്കാൻ മറന്നുപോയി. എൻ്റെ പൊന്നോ. ഓക്കെ, ഇനിയും പോയി ഗ്രാനിനെ ഒന്നും കൂടെ ഷവായി ആക്കാം. എന്നിട്ട് നമുക്ക് പോയി കാർക്കി എടുത്ത് ഇനിയും പോയി മറ്റേ ഗ്യാസ് ഓയിലിനെടുത്ത് ഫ്യൂല് ഫില്ല് ചെയ്യണം. ഒന്ന് ഓക്കെ. എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ്. ഓക്കെ, ഗ്യാസ് ഓയിലും ക്യാനും എടുത്തിട്ടുണ്ട്. ഇനിയും പോയി ഗ്യാസ് ഓയിലിന് ഒഴിച്ചിട്ട് നേരെ എസ്കേപ്പ് ആവുക. ഓക്കെ, ഇതെന്നാണ്? വേഗം ഒഴിക്കണം മോനെ, സമയമില്ല. ഓക്കെ, നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടിട്ടിട്ട് ഗ്രാനിനെ ഒന്നും കൂടെ ഷവായി ആക്കാം. ആണ് ഇച്ചിരി കൂടെ സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഗ്രാനീനെ അവിടുത്തെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഇവിടെ ഒന്ന് ശബ്ദം ഉണ്ടാക്കി നമുക്ക് ഗ്രാനിയെ ഇടിച്ച് കൊല്ലാം. ഗ്രാനി വാ ഗ്രാനി, സമയമില്ല. വന്നു. നീ കാർ സ്റ്റാർട്ടാക്കിയാൽ മാത്രം മതി. ഇതെങ്ങോട്ട്? അവിടെ നിന്നാൽ മതി. ഓക്കെ. കൊന്നു. ഓക്കെ, ഇനി നമ്മൾ എസ്കേപ്പ് ആവുകയാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളിത് കൊന്നയല്ലേ, എന്നിട്ട് എങ്ങനെയാണ് ഇത് വീണ്ടും വന്നത്? എന്തായാലും കളി ജയിച്ചു. ഓക്കെ, ബൈ ഗൈസ്.